കുർബാന അഭിഷേകം നൽകണമേ. കുർബാന പോലും ശരിക്കും പരിശുദ്ധ കുർബാന പോലും എന്താണ്? കവനൻ്റാണ്, ഉടമ്പടിയാണ്. ഉടമ്പടി ഒരു പെർഫെക്റ്റ് ആൻഡ് പവർഫുൾ ഫോർമുലയാണ്. നിങ്ങളത് എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്ന് കാണാം. ഇപ്പം കുർബാന തന്നെ എത്രയോ പേര് അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങളുടെ അറിവിന് ആനുപാതികമായിരിക്കും നിങ്ങളുടെ അനുഭവം. അറിവിന് ആനുപാതികമായിരിക്കും. ഉടമ്പടിയും അങ്ങനെ തന്നെയാണ്. ഉടമ്പടി നിങ്ങൾക്ക് എന്ത് അറിവുണ്ട് അതനുസരിച്ച് അത് കണക്കാകത്തുള്ളൂ. ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്നില്ല. 2 കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാരൊക്കെ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടും കൊണ്ടുവരും. ഇന്നലെ ഒരു ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തൻ്റെ ഉടമ്പടി അല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഭാര്യയുടേതാണ്. പിന്നെ ആ സംഭവം അയാളുടെ മുഖത്തിൽ നോക്കുമ്പോൾ അറിയാം അയാൾക്ക് ഉടമ്പടിയായിട്ട് ബന്ധമില്ലെന്ന്. ഞാനൊന്നും ചെയ്തില്ല. കാര്യം ഞാൻ അവിടെ കുടുംബമല്ലേ ഉടമ്പടി, ഭാര്യയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ ഭർത്താവിന് അവകാശമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അവകാശം പോരാ, അതൊരു സാങ്കേതികമായ അവകാശമാണ്. നിങ്ങൾക്കൊരു ബയോളജിക്കൽ റിലേഷൻ വേണം ഉടമ്പടിയുമായിട്ട്. ഇപ്പം ത്രേസിക്കുട്ടിയെന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് അവിടെ വീട്ടിൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ത്രേസിക്കുട്ടിയുടെ വിഷയം കുറച്ചുകൂടി സീരിയസ് ആയത് കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ഉടമ്പടി എടുക്കാനുള്ള അഭിഷേകം കിട്ടിയ കാരണം എല്ലാവരും ഉടമ്പടി എടുത്തു. ഭർത്താവിന് ഉടമ്പടി എടുത്തതെങ്കിൽ വൈഫ് ചോദിക്കണം, എടോ താൻ എന്താണ് കർത്താവിനോട് പറഞ്ഞത്, അമ്മയോട് മധ്യസ്ഥ നിർത്തിക്കൊണ്ട് താൻ എന്തൊക്കെയാണ് ഏറ്റത് എന്ന് ചോദിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ അറിവിന് ആനുപാതികമായിട്ടാണ് എല്ലാവരും ജീവിക്കണമെങ്കിൽ ഒറ്റ ഉടമ്പടിക്ക് എല്ലാവരും ഉടമ്പടി എടുത്ത പോലെയാകും. അതാണ് ഏറ്റവും മാതൃകാപരമായ സംഭവം. ഞാൻ പറഞ്ഞു, ഒരു വീട്ടിൽ ഒരു കാശ് രൂപ മതി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ബാക്കിയുടെ അച്ഛൻ കാണാൻ വരുമ്പോൾ കാശ് രൂപ വേറെ കൊടുക്കുന്നുണ്ട്, ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് കാണാൻ വരുമ്പോൾ, ഇല്ലേ? ഇപ്പം അത് രണ്ട് കാശ് രൂപ നമുക്ക് കിട്ടണത്. നിങ്ങൾ അതായത് ഇവിടെ വെഞ്ചരിച്ച് വെച്ചിരിക്കണ, ഇവിടെ അകത്ത് നമ്മുടെ സ്റ്റോളിൽ കിടക്കണ എല്ലാം വെഞ്ചരിച്ച് വെച്ചതാണ്. ഉടമ്പടിയിൽ അച്ഛൻ ആൾക്കാരെ വരുമ്പോൾ ഞാൻ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് ബ്ലെസ് ചെയ്യും. ഉടമ്പടി കാശ് രൂപ എന്ന് പറയണത് സർവസ്പർശിയായിട്ട് ദൈവത്തിൻ്റെ പ്രമാണമായിട്ട് നീ ഉടമ്പടി എടുത്ത ബന്ധമാണത്. അത് ആക്ടിവേറ്റ് ചെയ്യണത് വിശ്വാസ പ്രമാണത്തിലാണ് ആക്ടിവേറ്റ് ചെയ്യണത്. അത് ഏത് കാലത്തും അത് വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഉടമ്പടി കാശ് രൂപ മിസ്സാകരുത്, ട്രാൻസ്ഫർ ചെയ്യരുതെന്ന് പറയും. കാര്യം ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റവർക്ക് അർഹതയില്ല. നിൻ്റെ മകളാണ്, അവർ യാത്രയാണ്, ഉടമ്പടി കാശിന് നീ കൊടുക്കരുത്. കാരണം അവർക്കത് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ അത് പിടിക്കാനുള്ള അർഹത അവൾക്കില്ല. അതാണ് എൻ്റെ സംഭവം. പിന്നെ ഉടമ്പടി കാശിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഇൻ കേസ് ചിലർക്ക് നഷ്ടപ്പെട്ടു പോരെ, അപ്പോൾ പണ്ടത് ഞങ്ങൾ അഡ്മയർ ചെയ്യുമായിരുന്നു, ഇപ്പം അത് വിശ്വസിക്കുന്നില്ല. കാര്യം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പറയും, ഇനി നിങ്ങൾക്ക് ഉടമ്പടി കാശുമില്ല, നിങ്ങൾക്കത് കാശുമില്ല തുടരാൻ പറ്റും, പക്ഷേ കാശിന് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഉടമ്പടി എടുക്കാൻ പറയും. എന്താ കാര്യം? ആ ഉടമ്പടി കാശുരൂപമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള മർമ്മം എന്ന് പറയണത്, ഉടമ്പടി തൈലവും. അപ്പം അത് ഈ വിഷയം രണ്ടും വേറെ കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടി തൈലം നിനക്ക് പാസ് ചെയ്യാമൊക്കെ പറ്റും, ആൾക്കാർക്ക് കൊടുക്കാൻ. നിനക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാര്യം നീയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത്. കൊടുത്തുവിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുമാത്രം വർക്കൗട്ട് ചെയ്യുന്ന അറിയത്തില്ല. കാര്യം ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി ബേസ്ഡിലാണ് വർക്ക് ചെയ്യണത്. നീ ദൈവം എടുത്തിട്ടുള്ള നീ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നിനക്കുള്ള കപ്പാസിറ്റി, കവനൻ്റ് കപ്പാസിറ്റി ഉണ്ട്. ആ കവനൻ്റ് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് നിനക്കിപ്പോൾ രോഗികളെ കാണാം, നിനക്ക് അപ്ലൈ ചെയ്യാം. കാരണം നീ കർത്താവിൻ്റെ ഉടമ്പടിയിലുള്ള ആളാണ്. ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞ സ്റ്റാറ്റസാണ് ശരിക്കും പറഞ്ഞാൽ. ക്രിസ്ത്യൻ സ്റ്റാറ്റസിലെ ഏറ്റവും പോപ്പുലർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു സാക്രമെൻ്റ് സ്റ്റാറ്റസിനേക്കാൾ സാക്രമെൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക ദൈവ വിളിക്ക് വേണ്ടിയുള്ളതാണ് സാക്രമെൻ്റ് സ്റ്റാറ്റസ്.
ഉടമ്പടിയിലുള്ള കവനൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക വിളിക്കല്ല, എല്ലാ വിളിയെയും സ്പർശിക്കുന്നതാണ്, എല്ലാ സാഹചര്യങ്ങളെയും സ്പർശിക്കുന്നതാണ്, എല്ലാ സിറ്റുവേഷനിലും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണ് കവനൻ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റാറ്റസ് പോകാതിരിക്കാൻ വേണ്ടി 2 ആഴ്ചയിൽ ഒരിക്കലും നീ കുമ്പസാരിക്കണം എന്നൊക്കെ പറയും. കാര്യം 2 ആഴ്ച നീ നിൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും അപ്പോസ്തല പ്രവൃത്തികളിലും നീ വളരെ ഫ്രഷ് ആയിരിക്കണമെന്ന് പറയും. അപ്പോസ്തല പ്രവർത്തനം കാരുണ്യ പ്രവൃത്തിയും ഉടമ്പടിയിൽ ഒരാളെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണതിന് സഹായിക്കും. അവൻ്റെ ഉടമ്പടി കൃപാവരമില്ലേ, അതിൻ്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. നമ്മളതിനെ സുവിശേഷ വേല എന്നൊക്കെ പറയും. പത്രം കൊടുക്കണില്ലേ, അത് അപ്പോസ്തല പ്രവർത്തനം. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് 10,000 മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കൈമാറുന്നത്. പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പത്രം മേടിച്ചു കൊടുക്കും. നമുക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പ്രസംഗിക്കണമെങ്കിലും അതേപോലെ പ്രസംഗിക്കാൻ അറിയാവുന്നവർക്ക് നല്ലതാണ്. ചിലർ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്, ചിലർ പത്രം കൊടുക്കും, പ്രസംഗിക്കുകയും ചെയ്യും, അവരോട് സംസാരിക്കുകയും ചെയ്യും. അതാണ് അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയണത്. അപ്പോസ്തല പ്രവർത്തനം നീ പത്രം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ ഇപ്പം ഈ തെരേസ്യക്കുട്ടിയുടെ സാക്ഷ്യം അതാണ്. വയനാടത്തെ മാനന്തവാടി കത്തിൽ രൂപത കരുതിയ തെരേസ്യക്കുട്ടി പറയണത്, ഞാൻ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോൾ പോലും കല്യാണക്കുറിയുടെ കൂടെ അത്രയും തന്നെ പത്രം കൊണ്ടുപോയെന്നാണ് പറയണം. കല്യാണക്കുറി കൊടുക്കണ വീട്ടിലെല്ലാം പത്രം കൊടുത്തിട്ട് സംസാരിക്കും ഞാൻ അവരോട്. പോരെ, കല്യാണം ക്ഷണിക്കാൻ പോയണേ, ആൾക്കാർ എന്തുമാത്രം മാറ്റമാണ് മാറണമെന്ന് നോക്കിയേ. കല്യാണക്കുറിയുടെ കൂടെ പത്രം കൊണ്ട് കൊടുക്കും. ഇതിന് പത്രം കൊടുത്തിട്ട് ഞാൻ മകളുടെ കല്യാണമല്ല പറയണത്, അത് നിങ്ങൾ വരണം തീർച്ചയായിട്ടും. പിന്നെ പറയണത് എന്താണ്? ഉടമ്പടിയെക്കുറിച്ചാണ് പറയണത്. കല്യാണം ക്ഷണിക്കാൻ പോണ അമ്മ, മകൻ്റെ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന അമ്മ ക്ഷണിക്കണ വീട്ടിൽ ഉടമ്പടിയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയണമെങ്കിൽ അതിൻ്റെ പേരാണ് അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ അപ്പോസ്തല പ്രവർത്തനവും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും, ഈ 2 കാര്യം സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്താലേ, അതിൻ്റെ തൽസ്ഥിതി നിലനിർത്തിയെടുത്താലേ നിങ്ങൾ കവനൻ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ കവനൻ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് പറയത്തില്ലേ, അതുപോലുള്ള അനുഭവമാണ്. കാര്യം ഉടമ്പടിക്കൊരു പ്രശ്നം വെച്ചാൽ, ഉടമ്പടിയിൽ ദൈവം നിങ്ങളതിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയെല്ലാം കൃപ ഒഴുകിക്കൊണ്ടിരിക്കും. കാര്യം എന്താണ്? ദൈവം വിശ്വസ്തനും സത്യസന്ധനുമായതുകൊണ്ട് നിങ്ങൾ സത്യത്തിലാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രോഡ് കളിക്കരുത്. കാര്യം നിങ്ങൾ ഫ്രോഡ് കളിക്കുന്ന 90 ദിവസം വരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാം. 90 ദിവസം കഴിയുമ്പോൾ വല്ല പഴയ അവസ്ഥയിലേക്ക് പിരിയാവുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ദൈവത്തിന് അറിയാമല്ലോ, ഇത് ചുമ്മാ കാര്യം കാണാൻ വേണ്ടി വയറ്റിപ്പഴപ്പിന് വേണ്ടി ചുമ്മാ ഉടുത്ത് കെട്ടി പണ്ടാരെ ഇറങ്ങിയിരിക്കണം എന്നറിയാമല്ലോ ദൈവത്തിന്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ കർത്താവേ, ഉടമ്പടി തന്നെ ആ അരൂപിച്ച് ജീവിക്കാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കണം. പിന്നെ ഇതൊന്നും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വേറൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാവോ? ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ, പെട്രോൾ കത്തണ പോലെ കത്തണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? അതൊരു വരി പ്രാർത്ഥനയേ ഉള്ളൂ. ഒരു വരി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉടമ്പടി പെട്രോൾ പോലെ കത്തും. എന്ത് പ്രാർത്ഥനയാണത്? അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. തീർന്ന്, ദിസ് ഓവർ. എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഒറ്റ പ്രാർത്ഥന. ഞാനിവിടെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഓപ്പറേഷൻ്റെ സമയത്തായാലും നീ പ്രസവിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പേറ്റുന്നോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നീ വായ തുടങ്ങി, അമ്മേ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. തീർന്ന്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൺസൈസ് രൂപമാണ്. അതിലിങ്ങനെ നമ്മൾ അതിൻ്റെ എന്താണ് കാച്ചി കുറുക്കി അതിൻ്റെ സത്ത് കടഞ്ഞെടുത്തിട്ട് എടുക്കുന്ന സംഭവമാണ് ക്യാപ്സ്യൂള്. എന്താണ്? ഒരു ക്യാപ്സ്യൂൾ പ്രെയറാണ്. കവനൻ്റ് ക്യാപ്സ്യൂൾ പ്രെയർ. എന്താണ് പറഞ്ഞേ? അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. ഇതൊരു 10 പ്രാവശ്യം നിനക്കൊരു ദിവസം പറയാൻ ഇടയായി കഴിഞ്ഞാൽ നിന്റെ കവനൻ്റിലെ ബയോളജിക്കൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. സാങ്കേതിക ജ്ഞാനമല്ല, സാങ്കേതിക റിലേഷൻ, ടെക്നിക്കൽ റിലേഷനുണ്ട്.
പല ആൾക്കാർക്കും ഉടമ്പടിയുമായിട്ടുള്ള ടെക്നിക്കൽ റിലേഷനാണ്. ടെക്നിക്കൽ റിലേഷനിൽ അതിൻ്റെ ഒരു വരണ്ട കാലാവസ്ഥയിലാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യണത്. ഇപ്പം തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങ് നോക്കുമ്പോൾ തേങ്ങ ഉണ്ടെന്ന് പറയാൻ പറ്റും. എത്ര വെള്ളക്കാ പൊട്ടിയതായിരിക്കും? 50 വെള്ളക്കാ പൊട്ടി. എത്ര തേങ്ങയുണ്ട്? 4 തേങ്ങയുണ്ട്. പോരെ? അതാണ് പ്രശ്നം. തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാങ്കേതികമാണ്. ഭൂമിയിൽ ഇങ്ങനെ ആ സംഭവം, ആ തെങ്ങെന്ന് പറഞ്ഞ സാധനം ഭൂമിയിൽ ഉറച്ച് നിൽക്കണ കാരണം 4 തേങ്ങയുണ്ട്. പക്ഷെ വെള്ളക്കാത്തിനാണ് പൊട്ടിയിരിക്കണത്. 50 വെള്ളക്കാ പൊട്ടിയിട്ടാണ് 4 തേങ്ങയുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒരു 10-20 തേങ്ങ പിടിക്കേണ്ടതാണത്. നല്ല വളക്കൂറുള്ള മണ്ണിലാണ് ആ തെങ്ങ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇത്തിരി വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ ഒരു 10-20 തേങ്ങ കിട്ടേണ്ട സംഭവത്തിൽ 4 തേങ്ങയാണ്. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ ഈ വ്യത്യാസം വന്നത്? എല്ലാവരും എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. ചിലത് 4 തേങ്ങ, ചിലത് 8 തേങ്ങ, ചിലത് 12 തേങ്ങ, ഇങ്ങനെ കിടക്കണം. ഈ വ്യത്യാസം വരാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം ചെയ്വനയുടെ രീതികളാണ്. ബൈബിളിൽ 3 തരം ചെയ്വനയുണ്ട്. ചെയ്വന എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്ന രീതികൾ. അവൻ പറയണ പോലെ ചെയ്യണതാണല്ലോ ഉടമ്പടി. പക്ഷെ അവൻ പറയണ പോലെ എല്ലാവരും ചെയ്യണില്ല. ചിലർ ചെയ്യണം. ഇപ്പോൾ ബൈബിളിൽ 3 തരം ചെയ്ത്താണ് ഉള്ളത്. ഒരു ചെയ്ത്ത് എന്താണ്? ഒരു ചെയ്തെന്ന് പറയണത് മത്തായിയുടെ സുവിശേഷം 25:18 ഒരു ചെയ്ത്തുള്ളത്. അതെന്ത് ചെയ്ത്താണത്? അവന് കിട്ടിയ നാണയം, താലന്ത് അവൻ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വെറുതെ ഇരിക്കും. ചില ഉടമ്പടി എടുത്ത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരില്ലേ? അതാ സംഭവം. അത് വായിച്ചതെന്ന് വെച്ചാൽ മത്തായിയുടെ സുവിശേഷം എടുത്തേ. മത്തായി 25:18. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. അതാണ് അവൻ. അപ്പം അതിന് മൊത്തം വായിച്ചതൊക്കെ മനസ്സിലാകത്തുള്ളത്. മൊത്തം ഒന്ന് വായിച്ചത് മത്തായി ശ്രീകളുടെ സുവിശേഷം 25:14 മുതലുള്ള ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞേ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെ ഒരു രീതിയുണ്ട്. ഉടമ്പടി എടുക്കാം, പക്ഷെ ഉടമ്പടി മറച്ചു വെക്കും ആൾക്കാർ. വീട്ടുകാർ പോലും അറിയത്തില്ല ഒരു ഉടമ്പടി എടുത്തതാണെന്ന്. നമ്മൾ ഉടമ്പടി എടുക്കും, പക്ഷെ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഉടമ്പടി എടുത്താണോ ഇല്ലയെന്ന്. കാരണം വീട്ടുകാർ ഉടമ്പടി എടുത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അളിയൻ വരുമ്പോൾ വല്ല വീശിക വല്ലതും ചെയ്ത വീട്ടുകാരെ പിടിക്കുക. ഇടാ, നീ ഉടമ്പടി എടുത്തതല്ലേ, എന്തിനാണ് പോക്കൃത്തരം കാണിക്കണമെന്ന് ചോദിക്കും. അതുകൊണ്ട് പറ്റിപ്പുകാർ ഉടമ്പടി പുറത്ത് പറയത്തില്ല, മറച്ചു വെക്കും. അതാണ് 25:18. 1 താലന്ത് ലഭിച്ചവ വന്നിട്ട് അത് മറച്ചു വെച്ചു. ഉടമ്പടി മറ്റുള്ളവരെ അറിയാതെ ജീവിക്കണ കുറേ ആൾക്കാരുണ്ട്. അതാണ് മറച്ചു വെപ്പുകാരെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കണം കേട്ടോ, പണി കിട്ടേ. ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുക. ഞാൻ ഉടമ്പടി എടുത്തതായിട്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയാൻ പറ്റത്തില്ല. പത്രം കൊടുക്കത്തില്ല, അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, അല്ലെങ്കിൽ അലമാരി വെച്ചേക്കും, മറച്ചു വെക്കും. പത്രം കൊടുത്താലല്ലേ ഉടമ്പടി എടുത്തെന്ന് അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനെ മറച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചിരിക്കണത്? പണ്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത് കൂടി തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. 25 വായിച്ചേ. മത്തായി 25:25. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഉടമ്പടി മറച്ചു വെച്ച കക്ഷികളാണ്. ഇതാ നിന്റേത് എടുത്തുകൊള്ളുക.
യജമാനൻ പറഞ്ഞു, പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്യ. ആ ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുകയോ പത്രം കൊടുക്കാതിരിക്കുകയോ അലമാരി വെച്ച് പൂട്ടുകയോ ചെയ്താൽ, കേൾക്കണ ഇവിടെ കേട്ട, ദുഷ്ടനും മടിയനുമായ വൃത്തിയ. ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും. ഇത്രയും സാഹിത്യമൊന്നും പറയത്തില്ലെങ്കിലും നമ്മൾ തന്നെത്താൻ മനസ്സിൽ പത്രം കൊടുക്കണം, ഇത് ആരെക്കൊണ്ട് പറ്റുമെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. അതായത് വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നതിനുമായ ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. അപ്പം ഇതാ സംഭവം. ഉടമ്പടി എടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതാണ് ഒരു ഘടകം ആൾക്കാർ. അപ്പം അതിന് അവർക്ക് അവരുടെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനും മടിയനുമായ വൃത്തിയ. അതുകൂടി എടുത്തിട്ട് അവൻ്റെ കൃപ കൂടി, ഉണ്ടായിരുന്ന കൃപ കൂടി എടുത്തു മാറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കുക എന്ന് പറഞ്ഞത് കാര്യം. വീട്ടിൽ കുത്തിയിരിക്കാൻ പാടില്ലേ? എന്തിനാണ് വണ്ടിക്കാശി കാണുന്നത്? ആലപ്പുഴ വന്ന് എന്തിനാണ് പണി മേടിക്കണം എന്നൊക്കെ ഞാൻ പച്ച മലയാളത്തിൽ ചോദിക്കേണ്ട കാര്യം എന്താണ്? ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി, ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുമോ, എന്നിട്ട് അവരതൊന്നും ചെയ്യത്തുമില്ല. അത് വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ, ഉടമ്പടി തൈലം ആലപ്പുഴ പോയപ്പോൾ മാതാവിൻ്റെ ഒക്കെ ഇത് മേടിച്ചാണല്ല, അവിടെ എവിടെയോ കാണും, ഒന്ന് നോക്കിക്ക്. ഇവർ വെച്ച സ്ഥലം പോലും അറിയാൻ പാടില്ല. അവർ അത്ര ഉള്ള വെടുകന്മാർ ഈ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ദൈവത്തിനെ പരീക്ഷിക്കരുത്. അതാ മറച്ചു വെക്കുക എന്ന് പറയുന്നത്. ഉടമ്പടി മറച്ചു വെക്കുക. അതിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്താണ്? ദുഷ്ടവൃത്യ, ദുഷ്ടനും മടിയനുമായ വൃത്തിയ. അപ്പോൾ ദുഷ്ടനും മടിയനുമായ ആൾക്കാർ, മടിയനെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തിക്കാൻ കഴിവില്ലാതെ പ്രവർത്തിക്കാതിരിക്കുന്നവരാണ് മടിയന്മാരെന്ന് പറയണത്. അപ്പം മടിയന്മാർക്കുള്ളതല്ല, എന്നാലും ഉടമ്പടി ആർക്കുള്ളതാണ്? ഉത്സാഹിക്കുള്ളതാണ്. ഒന്ന് കൈപൊക്കിക്കേ. കർത്താവേ, ഉടമ്പടി ആചരിക്കാൻ, ഉടമ്പടി ആഘോഷിക്കാൻ എനിക്ക് ഉത്സാഹം നൽകണമേ. എന്റെ മടി മനസ്സിൽ നിന്ന് എന്റെ ശരീരത്തിൽ നിന്നും മടിയെ നീ മാറ്റി അകറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ചെയ്ത് ത്രിമേകം സാക്ഷ്യം പറയുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? 3 തരത്തിൽ നമുക്ക് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? ഒന്ന് ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുക. അതാണ് 25-18. രണ്ടാമത്തേത് എന്താണ്? 17-10. ലുക്കാൻ്റെ സുവിശേഷം 17-10. 17-10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ഇത് ഒരു പ്രശ്നമാണ്. ഇത് ഒരു ദാസൻ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതുണ്ട്. മറ്റേത് ആദ്യത്തെ കക്ഷി എന്താ ചെയ്തത്? മറച്ചു വെച്ചു, ഒന്നും ചെയ്തില്ല, മടിയനായിട്ടിരുന്ന്. ഇപ്പം ഇയാളെന്താ ചെയ്തിരിക്കുന്നത്? 17-10 അയാൾ ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. രോഗികളെ കാണാമല്ല, ഒരു കുഴപ്പമില്ല. പത്രം കൊടുക്കാമല്ല, പത്രം കൊടുത്ത് പെരുന്നാളിന് നോട്ടീസ് കൊടുക്കാൻ പോലെ ഓരോ പത്രം കൊണ്ട് കൊടുക്കും. കൽപ്പിക്കപ്പെട്ടു, ചെയ്തു, അത്രേ ഉള്ളൂ, തീർന്നല്ലോ. ഇത് ബയോളജിക്കല്ല, ടെക്നിക്കലാണ്. ഇതൊരു ജൈവപരമായ ഉടമ്പടി അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്നേഹബന്ധത്തിൻ്റെ പേരിലുള്ളതല്ല. ഉടമ്പടി എടുത്തതിൻ്റെ പേരിലുള്ള കാട്ടിക്കൂട്ടലാണ്. ഉപവസിക്കാമല്ല, ഇത് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കണില്ല, തീർന്ന്. ഇങ്ങനെ എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് സ്നേഹമില്ലാതെ ചെയ്യുക. നിയമം എന്ത് പറയുന്നു, ഉടമ്പടി എന്ത് പറയുന്നു അതനുസരിച്ചിട്ട്
ദൈവത്തോട് സ്നേഹമില്ലാതെ നിയമപരമായ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഈ വിഷയം അങ്ങനെയുള്ള ഒരു 40% ആൾക്കാരുണ്ട് ഉടമ്പടിത്തിരിക്കുന്നവർ. അവരിതെല്ലാം ചെയ്യും, പക്ഷേ വിത്തൗട്ട് ലവ്. കാര്യം ആ നിയമം അങ്ങനെ തെറ്റിക്കരുതല്ലോ. അല്ലെങ്കിൽ ഇനി ഇപ്പോൾ വിളക്കാൻ ചെക്കണ പാണ്ടാകുമോ, ഞാൻ ചെയ്തേക്കാം. ആശുപത്രിയിൽ നിന്ന് അമ്മച്ചോട് ചോദിക്കണം, വല്യമ്മച്ചി വന്നായിരുന്ന, വല്യമ്മ ആശുപത്രിയിലായിരുന്നു. ഇവർക്ക് ആശുപത്രി പോകാൻ കഴിയില്ല. ആശുപത്രി ആകുമ്പോൾ വേണമെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിലാകുമ്പോൾ ഇവിടെ സ്റ്റാറ്റസിന് പറ്റത്തില്ല. വീട്ടിലാണെങ്കിൽ വല്യമ്മച്ചി രോഗിയാണ്, പോയി കണ്ടെന്നായി. അതേസമയം തന്നെ അവരുടെ വീട്ടിൽ നടന്നാൽ പോലും ബന്ധുമുറക്കൊരു വിസിറ്റുമായി. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ അളന്നും തൂക്കിയും രോഗികളെ കാണുന്ന സാങ്കേതിക ഉടമ്പടിക്കാരുണ്ട്. അവിടെ ദൈവസ്നേഹമില്ല, ആ നിയമം പാലിക്കപ്പെട്ടതെല്ലാം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു 40% പേരുണ്ട്. നിങ്ങൾ ഉടമ്പടി ലാഗാകാൻ കാരണം നിങ്ങളുടെ ഉടമ്പടി ചിലരുടേത് സാങ്കേതിക ഉടമ്പടിയാണ്. അവർ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. അവിടെ ഉടമ്പടി ഇരിക്കണ ഇരിപ്പിൽ തന്നെ വെള്ളയായി നീലയായി, ഇരിക്കണ ഇരിപ്പിൽ ഉടമ്പടി വെള്ളയായി, വേണമെങ്കിൽ ഉടമ്പടി സിൽവർ ഗ്രേയും ആവും. സാങ്കേതികമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അവർക്ക് ദൈവസ്നേഹത്തെ വളർച്ചയില്ല. നിയമപരമായി ചെയ്യാനുള്ള ചെയ്യുകയാണ്. അതാണ് 17:10 കൽപ്പിക്കപ്പെടെല്ലാം ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ദാസന്മാരാണ്. ഇനി വേറെ ഒരു ദാസനുണ്ട് ബൈബിൾ പറയണ. അതെന്ന് പറയണത് നമ്മുടെ മത്തായി സ്ത്രീകളുടെ സുവിശേഷം 5:47 എടുത്തേ. മത്തായി 5:47. മത്തായി 5:47. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിയമപരമായിട്ടുള്ള കാര്യങ്ങള്, കൽപ്പിക്കപ്പെടെല്ലാം ചെയ്ത കാര്യങ്ങള്, സഹോദരനെ സ്നേഹിക്കുന്ന കാര്യമാണ് ഈ ദൈവം പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ, അല്ലേ? നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം അത് അയൽക്കാരനെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സഹോദരന് മാത്രമേ നീ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ പിന്നെന്ത് ചോദിക്കണത്? വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത്? അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. അത് ക്രാക്കാകണമെങ്കിൽ കാരണം അത് ക്രാക്കാകണമെങ്കിൽ കൽപ്പിക്കപ്പെട്ട ചെയ്താൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണമല്ല. അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? ഒന്ന് 25:18 എന്താണ്? മറച്ചു വെക്കുക. ഉടമ്പടി പേപ്പർ വരെ അല്ലെങ്കിൽ പത്രം വരെ അലമാരി എടുത്ത് പൂട്ടി വെക്കുക, മറച്ചു വെക്കുക. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ കൽപ്പിക്കപ്പെടെല്ലാം ചെയ്യുക. അത് ലൂക്കാ 17:10. മൂന്നാമത്തെ എന്താണ്? 5:47 മത്തായി 5:47 എന്താ പറയണത്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? ഉടമ്പടി ഇത്തരം കാര്യങ്ങൾ കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ അവരാണ് ക്രാക്ക് ചെയ്യണത്. അവരാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ത്രേസ്യക്കുട്ടിയുടെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ത്രേസ്യക്കുട്ടി കുഷ്ഠരോഗികളെ കാണാൻ പോകും. രോഗികളെ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇവിടെ. അപ്പോൾ അവർ കുഷ്ഠരോഗികളെ കാണാൻ പോകുമ്പോൾ അവർ ചെയ്യണത് എന്താണെന്ന് അറിയാമോ? എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും, എന്നിട്ട് പത്രം വായിച്ച് കേൾപ്പിക്കും. കണ്ണ് കാണാൻ. അതാണ് വിശേഷവിധി എന്ന് പറയണത്. വിഷയം പറ. നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല കുഷ്ഠരോഗികളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ത്രേസ്യക്കുട്ടി അത് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർ ഫോളോ ചെയ്യണത് മത്തായി 5:47 എന്താണ്? വിശേഷ വിധിയായിട്ടാണ് ചെയ്യണത്. ഉടമ്പടി പല തരത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉടമ്പടിയിൽ പുരോഗമനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. അവർ ദൈവസ്നേഹം കൊണ്ട് വിശേഷ വിധിയായി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വിശേഷ വിധിയായി ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, വിശേഷ വിധിയായി ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് 1 താലന്ത് 10 ആകും, 2 താലന്ത് 4 ആകും, 5 താലന്തും
ഇപ്പം താലന്തിൻ്റെ കഥ പറയണില്ലേ? താലന്തിൻ്റെ കഥ പറയുമ്പോൾ കർത്താവ് എന്താ പറയണത്? ഒരു യജമാനൻ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വായിച്ചേ. മത്തായി 25:14. ഒരുവന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2ഉം വേറൊരുവന് 1ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഈ യാത്ര പുറപ്പെട്ടുള്ള യജമാനൻ ക്രിസ്തു തന്നെയാണ്. കർത്താവിൻ്റെ അവസാനകാല കഥകളാണിതെല്ലാം. മത്തായി 25 പറയുന്ന കന്യകമാരും അതുപോലെ തന്നെ താലന്തുമെല്ലാം ഈ കർത്താവിൻ്റെ മരണത്തിന് തൊട്ടടുത്ത മാസങ്ങളിൽ പറയുന്ന കഥകളാണ്. കർത്താവ് യാത്ര പുറപ്പെടാൻ പോകുന്നു. കർത്താവിൻ്റെ ഡെത്ത്, പാഷൻ കോൺഷ്യസ് ശക്തമാകുന്നുണ്ട് ശരിക്കും അവസാന കാലമാകുമ്പോൾ. ഇപ്പം കർത്താവിനെ അറിയാൻ പറഞ്ഞതിനെക്കുറിച്ച്, തനിക്ക് സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിയാമായിരുന്ന യേശു എന്നൊക്കെ ബൈബിൾ പറയുന്ന ആ അർത്ഥത്തിലാണ്. ഈ കഥകളൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഡെത്ത് കോൺഷ്യസ് ഉണ്ട്, ഒരു പാഷൻ കോൺഷ്യസ്, തനിക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സമ്പത്തെല്ലാം ഏൽപ്പിച്ചിട്ട് യജമാനൻ യാത്ര പുറപ്പെടുകയാണ്. പക്ഷേ യാത്ര പുറപ്പെട്ടാലുള്ള ഗുണം എന്താണ്? ഒരു പോകുകയില്ല, തിരിച്ചു വരും. യജമാനൻ തിരിച്ചു വരും. അതാണ് ഈ ത്രേസ്യക്കുട്ടി സാക്ഷ്യം പറയുമ്പോൾ പറയണത്. കൃപാസനം, ഈ പുണ്യഭൂമി കർത്താവിൻ്റെ 2ാം വരവിനായി ഒരുക്കുന്ന പാഠശാല എന്ന് പറയും. ഞാനൊക്കെ ഈ ചേച്ചിക്ക് ഇത്രയും പേര് ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞങ്ങൾക്ക് പോലും ദൈവം ഞങ്ങളോട് പോലും അത് പറഞ്ഞിട്ടില്ല. ത്രേസ്യക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. മാതാവിനെ നേരിട്ട് കണ്ട എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇത് 2ാം വരവിൻ്റെ ഒരുക്കമാണെന്ന്. പക്ഷേ ത്രേസ്യക്കുട്ടിയോട് പറഞ്ഞു. എന്താ? കയ്യിലിരിപ്പത് കൊണ്ടാണ്, അവിടെ കയ്യിരിപ്പ് കൊണ്ടാണ്. കുഷ്ഠരോഗിനൊക്കെ പോയി കർത്താവാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ത്രേസ്യക്കുട്ടി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. അവർ. അപ്പം അവർ പറയണത് അവിടെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും. നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് അവർക്ക് ജോലിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവരെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും. നിരാലംബർ, എന്താ ബന്ധുക്കളില്ലാത്തവർ, രോഗികളെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്ത രോഗികൾ വരും. എല്ലാവർക്കും വീട്ടിൽ നിന്ന് വന്നവർക്കല്ല ബൈസ്റ്റാൻഡർ ഉണ്ടാവുക, വഴിയിൽ നിന്ന് വന്നവർക്ക് വല്ലതും ഉണ്ടാകുക. അപ്പം അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലാണ് ചികിത്സക്ക് വരുന്നത്. അപ്പോൾ ഈ ഡെസ്റ്റിറ്റ്യൂഷനെ കാണുമ്പോൾ ഞാൻ കർത്താവാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്ന് പോരെ. ഉടമ്പടിയുടെ ബലമാണേ. എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു നിരാലംബരായിട്ട് ആരോരും ഇല്ലാത്ത ഒരു രോഗി വന്നത് കണ്ട ഞാൻ കർത്താവാണ്, ഈശോയാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിക്കും. അവരെ വിളിച്ചു കൊണ്ടുവരും ആശുപത്രി, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആവശ്യക്കാരിൽ അങ്ങയെ കണ്ട് ഉടമ്പടി നിബന്ധനകൾ അനുവർത്തിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈ ഉടമ്പടിയിൽ വളരെ പുഷ്കലമായി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതുപോലെ ഉടമ്പടി ഒരു എല്ലാ സമയങ്ങളിലും സർവ്വസമയവും താൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാകണം. ത്രേസ്യക്കുട്ടിയുടെ മകൻ ജർമ്മൻ എഴുതാൻ പോയി പരീക്ഷ എഴുതാൻ പോയപ്പോൾ അവന് പരീക്ഷ പൊട്ടിപ്പോയി. അവൻ എഴുതി വിട്ടപ്പോൾ അവന് മനസ്സിലായി ഇത് നടക്കത്തില്ല. അവൻ പഠിച്ചതൊന്നുമല്ല വരണത്, വന്നതെല്ലാം പഠിക്കാത്തതാണ്, എഴുതെല്ലാം തെറ്റാണ്. അപ്പോൾ അവൻ വിളിക്കും, എൻ്റെ പൊന്നമ്മ. അവൻ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും, എൻ്റെ പൊന്നമ്മ തീർന്നു കേട്ടാ, എന്നെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ തോറ്റെന്ന് പറയും. ഉടനെ ത്രേസ്യക്കുട്ടി പറയും, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് ശരിയാക്കാം. എഴുതി വിട്ടുപോയ പരീക്ഷയാണ്. മകൻ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പറയണം, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പ്രാർത്ഥിച്ച് ശരിയാക്കാം.
എഴുതി വിട്ടുപോയ തോറ്റ പരീക്ഷ പ്രാർത്ഥിച്ച് ജയിപ്പിക്കാമെന്നാണ് ഇവർ പറയണത്. ഇത് കാര്യം അവിടെ കപ്പാസിറ്റി അതാണ്. അവർക്കറിയാം അവിടെ കൂടെ കർത്താവുണ്ടെന്ന്. മരിച്ചുയർത്തുന്നവനാണ് വിശ്വസിക്കുന്നത്. ഏത് മരണത്തിൽ നിന്ന് ജയിക്കുമെന്നറിയാം. അവർ പ്രാർത്ഥിച്ച ആ മകനെ ജയിപ്പിച്ച് 68% മാർക്ക് മേടിച്ച്. ശ്രുതികട ഹല്ലേലൂയ. തെരേസ്യക്കുട്ടിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതേ, കർത്താവിൻ്റെ ഉപമകള് ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിന്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവിനെ കുറിച്ചാണ് പറയണത്. ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവ്. അപ്പോൾ ആ ഉപമയുടെ പ്രശ്നം, അതിൻ്റെ ആപ്ലിക്കേഷൻ, ബൈബിൾ അതിനെ ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പേഴ്സൺ ഓറിയൻറ്റഡ് ആണ്. അത് ഒരു സിംഗിൾ പേഴ്സൺ ഓറിയൻറ്റഡ് ആയിട്ടാണ് അത് ആ ഉപമ ഈശോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് വായിക്കുമ്പോൾ, റീറീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ഉൾക്കാഴ്ച കിട്ടുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ 5 താലന്ത് കൊടുത്തിരിക്കുന്നതും, ഒരു വ്യക്തിക്ക് തന്നെയാണ് ദൈവം 2 താലന്ത് കൊടുത്തിരിക്കുന്നതും, ആ വ്യക്തിക്ക് തന്നെയാണ് ദൈവം 1 താലന്ത് കൊടുത്തിരിക്കുന്നതും. വേറെ വ്യക്തിക്കല്ല, ഒരു വ്യക്തിക്ക്. അപ്പോൾ ദൈവം ആരോടും, ദൈവത്തിൻ്റെ ഒരു പൊതു കൺസെപ്റ്റ് എന്ന് പറയണത്, ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. അതാണ് കർത്താവിൻ്റെ പൊതു ഒരു മാനസികാവസ്ഥ. അപ്പം നിങ്ങൾ ഓർക്കും 5 താലന്ത് കിട്ടിയ ശരിയല്ലേ നിങ്ങൾ പറയണത്? അപ്പം അത് ശരിയാണല്ലേ? അയാളെ കുഴിച്ചിട്ടല്ലേ എന്താ തെറ്റിരിക്കണത്? അയാൾക്ക് 1 കൊടുത്തുള്ളൂ, അയാൾക്ക് ദൈവത്തിന് 5 കൊടുക്കാൻ പാടില്ല ഞാൻ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ആ ഉപമ കേൾക്കുമ്പോൾ എന്ത് തോന്നും? ദൈവം ആ മനുഷ്യൻ 1 താലന്ത് കിട്ടിയവൻ അവൻ കുഴിച്ചിട്ട് അവന് 5 താലന്ത് കൊടുക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ല. അവന് 5 മറ്റവന് 2, ഇവന് 1 കൊടുത്തതുകൊണ്ടല്ലേ അവൻ ഡിസ്കറേജ് ആയത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ആ ഉപമകളുടെ കിടപ്പ് വെച്ചാൽ അതിൻ്റെ കോമൺ പ്രിൻസിപ്പിളിൽ കിടക്കുന്നത് ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ദൈവം എല്ലാവർക്കും കൊടുത്തു, അവനെല്ലാവർക്കും കൊടുത്തു എന്നല്ലേ പറയണത്. എല്ലാവരും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ അത് വിഷയബന്ധിയായിട്ടാണ് നമ്മൾ അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാകും. വ്യക്തിബന്ധിയായിട്ട് വരുമ്പോൾ ഒരു വ്യക്തിക്ക് 5, ഒരു വ്യക്തിക്ക് 3, ഒരു വ്യക്തിക്ക് 2, ഒരു വ്യക്തിക്ക് 1 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അത് കുറേ ക്വസ്റ്റ്യൻസ് ബാക്കി അവശേഷിക്കും. ഇതങ്ങനെയല്ല. ദൈവത്തിൻ്റെ പൊതു സ്വഭാവം, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല, നീ എന്നോട് 1 ദനാർക്ക് സംഭവിച്ചതല്ലേ, വാങ്ങിക്കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ദൈവം 1 താലന്ത് കൊടുത്തത് ഒരു നീതിയായിട്ടാണ് അത് അവിടെ വരണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം തെരേസ്യക്കുട്ടി ചേർത്തതെന്ന് എഴുതാം. തെരേസ്യക്കുട്ടിക്ക് ചില കാര്യത്തിൽ 5 താലന്ത് കിട്ടിയിട്ടുണ്ട്, ചില കാര്യത്തിൽ തെരേസ്യക്ക് 2 താലന്ത് കിട്ടിയിട്ടുള്ളൂ, ചില കാര്യത്തിന് തെരേസ്യക്കുട്ടിക്ക് 1 താലന്ത് കിട്ടിയിട്ടുള്ളൂ. നമുക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കണത്. തെരേസ്യക്കുട്ടിക്ക് 5 താലന്ത് കിട്ടിയത് എവിടെയാണ്? അവരൊരു സീനിയർ നേഴ്സാണ്, ആവശ്യത്തിന് ശമ്പളം കിട്ടും, അവർക്ക് ജോലിയുണ്ട്, അതിൽ 5 താലന്താണ്. ആ മേഖല ഒക്കെ അല്ലേ? 5 താലന്തുണ്ട് അവിടെ. രണ്ടാമത്തെ മേഖല 2 താലന്തുണ്ട്, അവർക്ക് 2 ആൺമക്കളുണ്ട്. പെൺമക്കളെ ഇനി കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി മാത്രം അവർക്ക് പൈസ സമ്പാദിക്കേണ്ട കാര്യമില്ല, അത് പോസിറ്റീവാണ്, 2 താലന്താണ്. പക്ഷെ ഒരു കാര്യത്തിന് അവർക്ക് 1 താലന്തേ ഉള്ളൂ. എന്താ കാര്യം? 2 മക്കളെ കുഞ്ഞുങ്ങളായി ജനിച്ചപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചുപോയി. ഉണ്ടാ, അവിടെ 1 താലന്തേ ഉള്ളവർക്ക്. പിടിയിട്ടില്ലേ? അത് താലന്തിൻ്റെ ഉപമ ശരിക്കും വ്യക്തി അടിസ്ഥാനത്തെക്കാളുപരി വിഷയാടിസ്ഥാനമാണ്. അതിപ്പോൾ സർവ്വജനീനമാകും. തെരേസ്യക്കുട്ടിക്ക് ജോലിയുണ്ടെന്നുള്ളത് 5 താലന്താണ്. ആ ജോലി കൊണ്ട് ആ ജോലിക്കുള്ള ശമ്പളം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, അതിൻ്റെ ഡി എ അതിൻ്റെ മേടിച്ചു പോകല്ല. അതിൻ്റെ ഇടയ്ക്ക് വിശേഷ വിധിയായി ആ 5 താലന്ത് വർദ്ധിപ്പിക്കാൻ അവിടെ കിടന്നത്. ആ പ്രൊഫഷൻ എടുത്ത് ഒരുത്തൻ തെങ്ങേന്ന് വീണിട്ട് ചെന്നവിടെ, തെങ്ങേന്ന് വീണിട്ട് അവനെ ചത്തതുപോലെ തെരേസ്യക്കുട്ടിയുടെ മെഡിക്കൽ കോളേജിൽ ചെന്ന്. അപ്പോൾ തുടനെ ഈ നേഴ്സ് പോയി ഉടനെ എന്താ ചെയ്യണത്? ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തെങ്ങേന്ന് വീണൻ്റെ വായിൽ നിന്ന് ചോരയാണ് വന്നത്. അവൻ്റെ നെറ്റിക്ക് ഉടമ്പടി തൈലം തേച്ച് വിശ്വപ്രമാണം ചൊല്ലിയിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. എന്തിനാണ് ഡോക്ടറിനെ അറിയിക്കണത്? ഒരാൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? തെങ്ങേന്ന് വീണവൻ്റെ വായിൽ നിന്ന് ചോര വന്ന് അവന് ബോധമില്ല. അവനെ ഡോക്ടറിനെ കാണിക്കുന്നതിന് പകരം ആദ്യം ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി
കർത്താവിന് ഉടമസ്ഥപ്പെടുത്തും അവനെ. വിശ്വാസപ്രമാണം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം പ്രയോഗിക്കുകയാണ്. നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഉടമ്പടി ഇങ്ങനെ നിന്ന് കത്തണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശ്വാസത്തിൽ ആൾക്കാർക്ക് അറിയാവുന്നത് പ്രാർത്ഥന മാത്രമേ ചെയ്യത്തുള്ളൂ. ആൾക്കാർ അതൊരു 30% മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആസ്തിയാണ് പ്രശ്നം. ഒരു ആസ്തി ഭദ്രതയ്ക്ക് പ്രാർത്ഥന അത്ര കണ്ട് സഹായകമല്ല. ആ 30% പ്രാർത്ഥന ആർക്കും പ്രാർത്ഥിക്കാൻ, വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. പക്ഷെ പ്രാർത്ഥനയെ സാധൂകരിക്കണം, അത് പ്രവൃത്തിയാണ്. വിശ്വാസത്തെ സാധൂകരിക്കണത്, നീതീകരിക്കണത് എന്താണ്? പ്രവൃത്തിയാണ്. പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥനയിലൂടെ ചെയ്യാം. പിന്നെ എന്താണ്? പ്രവൃത്തിയിലൂടെ ചെയ്യാം. ത്രേസ്യക്കുട്ടി പ്രവൃത്തിയുടെ കാര്യത്തിൽ വില്ലത്തിയാണ്. പിന്നെ എന്താണ്? ഉടമ്പടി വരുമ്പോൾ ഈ പ്രവൃത്തിയും പുറത്തുനിന്നൊക്കെ ചെയ്യാൻ പറ്റും. പുറത്ത് ആൾക്കാർ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഉടമ്പടി വരുമ്പോൾ എംപവറിങ്ങിന് വേറെ ഒരു സൊല്യൂഷൻ, വേറെ ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. ഇതാണ് ഫുൾ ഓപ്ഷനായിട്ട് വരണത്. എന്തുകൊണ്ടാണ് കവനൻ്റ് ഫുൾ ഓപ്ഷൻ ആകാൻ കാരണം? വിശ്വാസത്തിൻ്റെ ഫുൾ ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഒന്ന്, വിശ്വാസം പ്രാർത്ഥിക്കുന്നു, വിശ്വാസം പ്രഖ്യാപിക്കുന്നു, പിന്നെ എന്താണ്? വിശ്വാസം പ്രയോഗിക്കുന്നു. വിശ്വാസ പ്രയോഗങ്ങൾ ഒരു പക്ഷേ സഭയിലെ സാർവജനീനമായിട്ടല്ല. കാര്യം വിശ്വാസം പ്രയോഗിക്കണമെങ്കിൽ ആദ്യം വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ഒരു ഹൃദയതാളമായിട്ട് മാറണം. ഇത് വിശ്വാസ പ്രമാണം കാറ്റഗറിയിൽ പഠിച്ചതാണ്, കാണാതെ പഠിച്ചതാണ്. എന്നാൽ കാഴ്ചയേക്കാന്ന് പറഞ്ഞാൽ സംഭവം ഏക്കത്തില്ല. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്ന ഒന്ന് ചങ്ക കൊണ്ട് പറഞ്ഞ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനുള്ളൂ. പക്ഷെ അതുപോലെ നീ വിശ്വാസത്തിലേക്ക് വരണം. ചില ആൾക്കാർ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. വട്ടം കണ്ട് ചൊടിഞ്ഞു പോയ കല്ലുപ്പറമ്പ് വള്ളത്തെ ഞാൻ വിശ്വാസ പ്രമാണം, എൻ്റെ ഫിനിഷിംഗ് പോയിന്റ് നിന്നുകൊണ്ട് ഈ ലോകയെ വിട്ട് കൊന്തയും പിടിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ചാടിച്ചെടുത്തിട്ട് 1ാം സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണമാണ്. എനിക്കറിയാം വിശ്വാസ പ്രമാണം എന്താണെന്ന്. വിശ്വാസ പ്രമാണം എല്ലാവരുടെ കയ്യിലും വിശ്വാസ പ്രമാണം ഉണ്ടേ. പക്ഷേ വിശ്വാസ പ്രമാണം നമുക്ക് AK-47 നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് അതിൻ്റെ കാര്യമില്ല. അത് ആക്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ. അല്ല തോക്കമെടുത്ത് വീട്ടിൽ വെച്ചിട്ട് എന്താ കാണിക്കാനാ? അത് ഇതുപോലെ വിശ്വാസ പ്രമാണം കാറ്റഗറിയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ കൃപാസനം പുസ്തകത്തിൽ പഠിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം എന്ന് പറയണത് ചങ്കിൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്ന മുമ്പ് എന്ത് ചെയ്യണം? ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെങ്കിൽ അവൻ്റെ ഉയർപ്പ് വിശ്വസിക്കുന്ന ഞാനും എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. യേശു നാമത്തിൽ കൈയടിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.